ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പോകണം. ഒരു പഴയ അക്വേറിയമാണ്. മുന്നേ നമ്മൾ കുറച്ച് ഗോൾഡ് ഫിഷ് ഒക്കെ ഇട്ടുന്ന ഒരു അക്വേറിയാണ്. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു പ്ലാന്റ് ടാങ്ക് ആക്കാൻ പോകണം. കുറെ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ട്, ആദ്യം അത് റിമൂവ് ചെയ്യണം. അതിന് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന ക്ലീനോളാണ്. ക്ലീനോൾ വെച്ച് നമുക്ക് മനസ്സിൽ സ്പ്രേ ചെയ്തിടാം. ഈ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. വൺസ് ഇത് നമ്മളതിന് ശേഷം ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ആ സ്പ്രേ ചെയ്ത ലിക്വിഡ് എല്ലായിടത്തേക്കും ഈവൺ ആയിട്ട് എത്താൻ വേണ്ടി ജസ്റ്റ് വൈപ്പ് ചെയ്തിടും. സ്ക്രബ് യൂസ് ചെയ്ത് ഏകദേശം എല്ലാവിടെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സെറ്റിങ്സിലേക്കുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചെയ്യാൻ അതൊക്കെ എടുക്കാം. ഇത് നമ്മുടെ സ്റ്റോറാണ്, അത് കാരണം കൊണ്ട് ഐറ്റംസ് എടുക്കണമെന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇവിടെ തന്നെ എന്ത് അത്യാവശ്യം എല്ലായിട്ടും സ്റ്റോറിൽ നിന്ന് തന്നെ എടുത്താൽ മതി. ആക്ച്വലി നെക്സ്റ്റ് നിങ്ങൾക്ക് സ്റ്റോറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ സ്റ്റോറിന്റെ മോൾഡ് സെക്ഷനിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോറിന്റെ മോൾ ഭാഗം. ഇവിടെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് സാധനമൊക്കെ. സ്പേസ് കുറവാണ്, എന്നാലും പോലും അത്യാവശ്യം നമുക്ക് ഡ്രസ് ബോട്ട്സും സ്റ്റോൺസും ലവറോക്സ് ഒക്കെയാണ്. ഡ്രിഫ്റ്റ് ബൂട്ട്സ് ഉണ്ട്, പല ടൈപ്പ് സ്റ്റോണുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതൊക്കെ ഡ്രിഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയതിന് ശേഷം വേണം നമുക്ക് ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതായിരിക്കും ആ ടാങ്കിലേക്ക് സൂട്ടബിൾ എന്ന് സെലക്ട് ചെയ്യണം. ഇതൊക്കെ സ്റ്റോൺസ് ആണ്. ഇതിലെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം നോക്കണം. എന്നാലാണ് നമുക്കത് സെറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി സ്റ്റോൺസിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചെറിയ സ്റ്റോൺസും കുറച്ച് വലുപ്പമുള്ള സ്റ്റോൺസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് കുറച്ച് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺ ആണത്. നമുക്ക് നോക്കാം. ചെറിയ ഡ്രിഫ്റ്റ് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അക്വേറിയത്തിന്റെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ഡ്രിഫ്റ്റ് ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കാം. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് ആക്ച്വലി അക്വേറിയത്തിന്റെ ഹൈറ്റ് കറക്റ്റ് ആണ്, പക്ഷെ സെൻട്രൈസ് ചെയ്ത് വെക്കേണ്ടി വരും തോന്നുന്നു. നോക്കാം. സെക്കൻഡ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളത് നമുക്ക് അടിയിലേക്ക് യൂസ് ചെയ്യേണ്ട സ്റ്റോൺ ആണ്. നമ്മൾ എന്തായാലും പെയിന്റഡ് സ്റ്റോൺസും കളർ സ്റ്റോൺസും ഒന്നും പ്ലാന്റ് ടാങ്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് നാച്ചുറൽ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുക. ഇതിൽ നമ്മൾ മോസ്റ്റ്ലി ഇതിൽ കാണുന്ന കളറിന് ചെറിയ ചേഞ്ച് ഉണ്ട്. ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്, ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്. നല്ല ഷെയ്ഡാണ്. വെള്ളം നനയ്ക്കുമ്പോൾ കുറച്ചും കൂടി ചോക്ലേറ്റ് ഷെയ്ഡിലേക്ക് വരാം. ഇതും ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ്, പക്ഷേ റൗണ്ട് സ്റ്റോൺസ് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറില്ല. ചില ടൈപ്പ് ഓഫ് ടാങ്കുകളിലേക്ക് യൂസ് ചെയ്യും, പക്ഷെ നമ്മൾ പ്ലാന്റഡ് ചെയ്യുന്ന സമയത്ത് അഴുക്കൊക്കെ സെറ്റിലായി പോകാൻ വേണ്ടി നമ്മൾ കൂടുതലും കുറച്ച് ചിപ്സ് പോലെ ഇരിക്കുന്ന ഗ്രേവൽസ് ചിപ്സ് പോലെ ഇരിക്കുന്ന ഈ സ്റ്റോൺസ് ഒക്കെയാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡാണ്, നനയ്ക്കുമ്പോഴാണ് ഗ്രീനാവും. ഒരു ഐവറി അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ്, ഇതൊക്കെ കുറച്ചും കൂടി നൈസ് ആയിട്ടുള്ള ഗ്രാനുൾസ് ആണ്. ഇതും യൂസ് ചെയ്യാറുണ്ട്, നല്ല സ്റ്റോണാണ്. വൈറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നോക്കാം ഈ ടാങ്കിലേക്ക് നമുക്ക് ഏതാണ് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത്. പിന്നെ സ്റ്റോൺസ് ആയി ബേസ് ലൈനിലേക്ക് കൊടുക്കാനുള്ള ഗ്രേവൽസ് ഇതിന് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ സബ്സ്ട്രേറ്റ്സ് ആണ്. സബ്സ്ട്രേറ്റ് നമ്മൾ ഈ സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫൈനാണ്, പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളമാണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇത് ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ബേസ് ലൈനിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 monthsനൊക്കെ ഉള്ളിൽ റൂട്ടഡ് ആവാൻ എക്സ്ട്രാ നമ്മൾ റൂട്ട് ടാബ്സ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷെ ആക്ച്വലി ഈ വളം ഉണ്ടെങ്കിലാണ് കുറച്ച് നാളെ കഴിയുമ്പോൾ പ്ലാന്റ്സ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഓപ്ഷനിലാണ് നമുക്ക് നല്ല ഇതുപോലെ ടെറക്കോട്ടിന്റെ ചെറിയ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ടെറക്കോട്ട്സ് ആക്ച്വലി നല്ല ഒരു ഓപ്ഷനാണ്. കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫിഷുകൾ എഗ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന സിച്ചിലിക് വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർ ടെറക്കോട്ടിൽ എഗ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട് മോസ്റ്റ്ലി. അതുകൊണ്ടാണ് നമ്മൾ ടെറക്കോട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്.
എന്നിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ആൾക്കാർക്ക് പ്ലാന്റ് ഫുള്ളി ടാങ്ക് ആക്കണമെന്നില്ല. അവർക്ക് ജസ്റ്റ് ഒരു പോട്ടിൽ പ്ലാന്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ടെറക്കോട്ടിന്റെ ആയിട്ട് പോട്ടുകളാണ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി തന്നെ കൊണ്ടുവരിക്കുന്നതാണ്. അതിന്റെ പല മോഡൽസ് ആണ്. ചിലർ ഫീഡേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. ബോട്ടമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു പൈപ്പ് ഫീഡ് ചെയ്യും. അപ്പോൾ ഫീഡ്സ് പുറത്തേക്ക് പോകില്ല. ഇത് നമ്മൾ ഹൈഡേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ്. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ചെറിയ പോട്ടുകളുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആക്ച്വലി എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള ഒരു ഫൈനൽ ഡിസിഷൻ കിട്ടുള്ളൂ. നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ചെറിയ ടാങ്ക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആൾക്കാർക്ക് കാണാൻ കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ചെറിയ മിനിയേച്ചർ ടാങ്ക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഏഞ്ചൽ ടാങ്ക് ആണ്. ഇതിൽ നമ്മൾ ഏഞ്ചൽസിനെ അഗ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ടെറക്കോട്ടിന്റെ ഓൺ ഷേപ്പിലുള്ള ടെറക്കോട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഏഞ്ചലിന്റെ ടാങ്കുകൾക്ക് വേണ്ടി. നമുക്ക് സിമ്പിൾ ആയിട്ട് അവർ അഗ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് ഫെർട്ടൈൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം. ആക്ച്വലി നമ്മൾ സ്പ്രേ ചെയ്തിട്ട് 5 minutes ഒക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് റബ് ചെയ്ത് നോക്കാം സ്റ്റെയിൻ റിമൂവ് ആവുന്നുണ്ടോ. നല്ല രീതിയിൽ റിമൂവ് ആവുന്നുണ്ട്. വെള്ളം പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കസ്റ്റമർ വന്നു ബ്രേക്ക് ആയ ആക്ച്വലി അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെയിൻസ് റിമൂവ് ആവുന്നുണ്ട്. ആക്ച്വലി വൈപ്പ് ചെയ്തതിനു ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കാരണം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. നമ്മൾ ഇന്നറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഔട്ടറും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതും കൂടി റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഇതിപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഔട്ടർ വൈപ്പ് ചെയ്യാം. പിന്നെ ക്ലോത്ത് കൂടുതൽ കേടാവും. ഒരു മൈക്രോ ഫൈബറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈക്രോ ഫൈബറിന്റെ ഒരു ടവലാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് ഏഞ്ചൽ ആ വാട്ടർ ഡ്രോപ്സ് ഒക്കെ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് പോകാൻ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇന്നർ അത്ര ഡെപ്തിലൊന്നും ഞാൻ തുടച്ചിട്ടില്ല. കാരണം വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒന്ന് വൈപ്പ് ചെയ്യാം. ഇൻ കേസ് ഇനി ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലേഡ് വെച്ച് സിലിക്കൺ ഗം ചെയ്ത സമയത്തുള്ള സിലിക്കൺസിന്റെ എന്തെങ്കിലും സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത്രയാണ് മെയിൻലി ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ ചെയ്തു. ഇപ്പോൾ ഗ്ലാസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനി സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. ഗോൾഡൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്നെയിലാണ്. അതാണ് നമ്മൾ ഗോൾഡ് വിഷിന് കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് ഇനി അവരുടെ ആവശ്യമില്ല. അത് നമുക്ക് ടാങ്കിൽ റിമൂവ് ചെയ്യാം. അങ്ങനെ എല്ലാത്തിനും ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ആക്ച്വലി കുറച്ചും കൂടി അഴുക്കുണ്ട് ഫ്ലോറിന്, നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ ബാക്കിയുള്ള വെള്ളം നമ്മളൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ഇത് മാറ്റാൻ പോകണം. അത് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വെള്ളം കുറച്ച് പോരുന്നുണ്ട്. കുറച്ച് പ്രാവശ്യം കൂടുതൽ ചെയ്യേണ്ടി വരും. കാരണം ഇത് മൈക്രോ ഫൈബർ അല്ല, നോർമൽ ക്ലോത്ത് ആണ്. നോർമൽ ക്ലോത്ത് വെള്ളം അബ്സോർബ് ആവുന്നത് കുറവായിരിക്കും. നമുക്ക് 4-5 പ്രാവശ്യം പ്രോസസ് ചെയ്യേണ്ടി വരും വീണ്ടും. ഓക്കെ, ഇപ്പോൾ ഏകദേശം മെയിൻ നന്നായിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ മൈക്രോ ഫൈബർ വെച്ച് തന്നെ അത് നല്ല രീതിയിലൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം. എഡ്ജുകളും ഒക്കെ പ്രോപ്പറായിട്ട് തുടയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ചെറിയ മൈക്രോബ്സുകളൊക്കെ അല്ലെങ്കിൽ ബാക്ടീരിയസും വൈറസൊക്കെ നെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ റിമൂവ് ആയി വരണം. ഫുള്ളായിട്ട് റിമൂവ് ആവുന്നല്ല, എന്നാലും എക്സസ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്ലൻസർ യൂസ് ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട്
കുറെ ഡെഡായി പോവുകയും ചെയ്യും. അതൊരു ഓക്കെ. അപ്പൊ നമുക്ക് ബാക്ക് സൈഡ് നമ്മൾ വലിയ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. ബാക്ക് സൈഡ് നമുക്ക് പിന്നെ ആണെങ്കിലും ക്ലീൻ ചെയ്യാം. നമ്മൾ ഫ്രണ്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് ഇപ്പൊ ക്ലീൻ ചെയ്താലാണ് നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വിഷ്വൽ കിട്ടുള്ളൂ. ഓക്കെ, ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാം. ഫ്ലോറിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് സബ്സ്ട്രേറ്റ് എടുക്കാം.